വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ്. വിവ സ്കൂൾ കുടുംബ സൗഹൃദ സംഗമം MLA KK രമ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അബ്ദുൾ സത്താർ സ്വാഗതവും പ്രൊഫസർ KK മഹമ്മൂദ് അധ്യക്ഷതയും വഹിച്ചു. ഞങ്ങളുടെ ചിരകാല അഭിലാഷമായ വിവയുടെ പ്രവർത്തകരുടെ കുടുംബത്തിന് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വടകരയില് വിപുലമായ ഒരു സർവേ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1000-ഓളം കുട്ടികൾ ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള കേന്ദ്രത്തിന് തുടക്കം കുറിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1997 25 വിദ്യാർത്ഥികളുമായി വടകര കസ്റ്റംസ് റോഡിലെ ഒരു വാടക കെട്ടിടത്തിൽ ഒരു പ്രിൻസിപ്പൽ, ഒരു അധ്യാപിക, ഒരു ആയ, ഇങ്ങനെ 3 പേരുമായിട്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മൾ വെച്ച നിഷ്കർഷത, ഈ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും പകൽ സമയത്ത് അവർ സ്കൂളിലുള്ള സമയത്ത് നമ്മൾ നിർവഹിക്കുമെന്നാണ്. അവിടെ ഭക്ഷണ കാര്യമായാലും വസ്ത്രകാര്യമായാലും എല്ലാം വിവ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഗവൺമെന്റ് മേഖലയിലല്ലാതെ ഒരു കൂട്ടം സ്നേഹനിധിയായ ആളുകൾ അവരുടെ എല്ലാവിധ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും എല്ലാ അധ്വാനങ്ങളും ഇവിടെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വടകരയിൽ ഇത് പ്രവർത്തിക്കുകയാണ്. നേരത്തെ പ്രൊഫസർ സൂചിപ്പിച്ചതുപോലെ ഖത്തറിലൊക്കെ പണിയെടുക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ എല്ല് നിറയെ പണിയെടുത്തുകൊണ്ട്, കൊണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ, തങ്ങൾക്ക് കിട്ടുന്ന വേതനത്തിൽ ചെറിയൊരു തുക ഇതിലേക്ക് തങ്ങളുടെ കുടുംബത്തിലേക്കാട്ടും അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ കൂടി പ്രത്യേകിച്ചും ഏകദേശം 81ഓളം കുട്ടികൾ ഇവിടെയുണ്ട്. അതിൽ 18 വയസ്സിൽ താഴെയുള്ള 39 കുട്ടികളും ബാക്കി 18 വയസ്സിന് മുകളിലുള്ളവരുമായിട്ട്. അപ്പം അത്രയും കുട്ടികൾ നമ്മുടെ ഈ വടകര മുനിസിപ്പാലിറ്റിയിൽ മാത്രം, തണല് വേറെയുണ്ട്, അതിന് പുറത്ത് ഈ ഒരു സ്ഥാപനവും പ്രവർത്തിക്കുകയാണ്. ഇതുപോലെ ഓരോ വീടുകളിലും രക്ഷിതാക്കളുടെ വലിയ സ്വപ്നമായിട്ട് വളരേണ്ട കുട്ടികൾ പക്ഷെ അവരുടെ വേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. പറഞ്ഞാലും വിശേഷിപ്പിച്ചാലും അത് മതിയാവില്ല. ആ തരത്തിൽ തന്നെയാണ് ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥ എന്ന് നമുക്കറിയാം. ഈ കുട്ടികളെ തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെ വലിയ ആശങ്കയിലാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ കാലശേഷം ഈ മക്കൾ എന്ത് ചെയ്യും, എന്താണ് അവരുടെ അവസ്ഥ എന്ന തരത്തിലേക്കൊക്കെ വലിയ ആശങ്ക അവരെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ആ ചേഞ്ചുകളൊക്കെ ആ കുട്ടികൾ അതിനനുസരിച്ചുള്ള ചില പ്രതികരണങ്ങൾ വീടുകളിൽ നിന്ന് കാണിക്കും. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഓരോ രക്ഷിതാക്കളും വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഒരു സൊല്യൂഷൻ ഇല്ലാതെ നീങ്ങുന്നു എന്നതാണ്. നേരത്തെ പ്രൊഫസർ സൂചിപ്പിച്ച ഒരു ഗവേഷണ കേന്ദ്രം അത് വളരെ പ്രതീക്ഷയുള്ളതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മേഖലയിലെ പഠനം നടത്തിക്കൊണ്ട് അത് നമ്മുടെ അത്തരത്തിലൊരു സ്ഥാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയേറെ മാറ്റങ്ങൾ ഇവരെ ഏതൊക്കെ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ കുട്ടികളുടെ കഴിവുകളെ നമുക്ക് വികസിപ്പിച്ചെടുത്തുകൊണ്ട് അവരെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് സാധാരണ കുട്ടികളിൽ നിന്നൊക്കെ ഇവര് കുറെ പ്രയാസങ്ങൾ അവർക്കുണ്ടെങ്കിലും വലിയ ബുദ്ധിയും വലിയ സ്നേഹവും ഒക്കെയുള്ള മക്കളായിരിക്കും അവർ.